ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അസൂറ. ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നത്. എൻ്റെ കോളേജ് പഠിക്കുന്ന കുട്ടിയല്ല കേട്ടോ, എൻ്റെ കോളേജിൽ പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടി കോളേജ് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. സംഭവം ഞാൻ 4 കൊല്ലം എങ്ങനെയാണ് കോളേജ് തീർത്തത് എന്നുള്ള കാര്യം എനിക്കേ അറിയുള്ളൂ. പക്ഷെ എന്നാലും ഒരാൾ ഇങ്ങനെയൊക്കെ പറയാൻ പറയുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. എന്നെ അറിയണമെങ്കിൽ അതിൻ്റെ മുന്നേ എൻ്റെ ഡാഡീനെ അറിയണമെന്ന് പറയുന്ന പോലെയാണ്. എൻ്റെ കോളേജിനെ കുറിച്ച് പറയണമെങ്കിൽ അതിൻ്റെ മുന്നേ ഞാൻ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. എൻ്റെ നഴ്സിംഗ് ജേണിയും പിന്നെ ഞാൻ എങ്ങനെ നഴ്സിംഗ് ചൂസ് ചെയ്തതെന്നുള്ള കഥ പറയാനാണെങ്കിൽ ഈ വീഡിയോ ഒന്നും പോരാ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഷോർട്ട് എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടും ഞാൻ ഒരിക്കലും നഴ്സിംഗ് എടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരുന്നു. പിന്നെ എങ്ങനെയോ എപ്പോഴോ എൻ്റെ മനസ്സിലേക്ക്, അതായത് നമ്മൾ പറയുമല്ലോ ഈ വരാനുള്ളത് വഴി തങ്ങില്ലാന്ന്, അതേപോലെ എനിക്ക് എപ്പോഴോ ഒരു സ്പാർക്ക് കിട്ടിയതായിരുന്നു നഴ്സിംഗിൽ. അത്രയും കാലം കിട്ടിയിട്ടില്ല, അത് നിങ്ങൾ ഓർക്കണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബാംഗ്ലൂരും മൈസൂരൊക്കെ എൻ്റെ വീട്ടിലത്തെ ലാസ്റ്റ് ഓപ്ഷനായിരുന്നു. ആദ്യം കേരളത്തിൽ നോക്കാം, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിനെ കുറിച്ചൊക്കെ ചിന്തിക്കാമെന്നായിരുന്നു ഉമ്മ പറഞ്ഞിരുന്നത്. എൻ്റെ കഷ്ടകാലത്തിനാണോ നല്ല കാലത്തിനാണോ എന്നറിയില്ല, എനിക്ക് കേരളത്തിൽ എവിടെയും കിട്ടിയില്ല. കാരണം +1 +2 എനിക്ക് കൊട്ടക്കണക്കിന് മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ആലോചിച്ച് കണ്ടുപിടിച്ച കോളേജാണ് ഈ KR കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ബാംഗ്ലൂരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ബാംഗ്ലൂരിലേക്ക് അവിടുന്ന് പിന്നെയും 2 മണിക്കൂറുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ കോളേജ് നല്ല ഡെവലപ്പൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെന്ന സമയത്ത് ഞാനിങ്ങനെ കോളേജാന്ന് എഴുതി വെച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അത് കോളേജാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ അഡ്മിഷൻ സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്നാണ് പോയിരുന്നത്. ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ വണ്ടിയും കൊണ്ട് പോയപ്പോൾ ബംഗാളികൾ എന്തോ താമസിക്കുന്ന സ്ഥലമാണ്. കാരണം നമ്മളുടെ കോളേജിൽ ഹോസ്റ്റലും മെസ്സും, ബോയ്സ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലും മെസ്സും ക്യാമ്പസും എല്ലാം കൂടെ ഒരു കോമ്പൗണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ ചെന്ന സമയത്ത് കാണുന്നത് തന്നെ ബോയ്സ് ഹോസ്റ്റലാണ്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കോളേജ് കുറച്ച് ഉള്ളിലേക്കാണ്. കോളേജ് എന്ന് പറയാൻ മാത്രം അത് അന്നൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് തന്നെ തിരിച്ചു വന്നാലോ എന്ന് ആലോചിച്ചതാണ്. പിന്നെ ഞാൻ അത്രയും ആലോചിച്ച് തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചതും കൊണ്ട് തിരിച്ചു വരാൻ തോന്നിയില്ല. ഞാൻ അവിടെ തന്നെ നിന്നു. പിന്നെ ക്ലാസ്സൊക്കെ തുടങ്ങി. എനിക്ക് അവിടെ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഫുഡ് അന്നും ഞാൻ വരുന്ന വരെ നല്ല അബദ്ധമായിരുന്നു. നമുക്ക് പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ അവരതൊക്കെ റെക്ടിഫൈ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങോട്ടേക്ക് ഇപ്പോൾ കുറേ അഡ്മിഷൻസ് വരുന്നുണ്ട്. ഞങ്ങളെ ക്ലാസ്സിൽ 62 ആയിരുന്നു സ്ട്രെങ്ത്ത്. അതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നത് 48 അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് കോളേജൊക്കെ ഉഷാറായി. ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ടീച്ചിങ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എന്താണെന്നറിയോ, ഞാനിവിടെ ജോലിക്ക് കയറിയിട്ട് ബാക്കിയുള്ള കുട്ടികളെ ഹോസ്റ്റലും കോളേജും അവരതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളെ കോളേജ് നല്ല അടിപൊളി കോളേജായിരുന്നു എന്ന്. കാരണം ഇവരുടെ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക നഴ്സിംഗ് കോളേജ്, അതായത് നഴ്സിംഗ് കോളേജ് എന്താണോ അത് തന്നെ. നമ്മളെ കോളേജിൽ അത് വെച്ച് നോക്കുമ്പം ഭയങ്കര ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് ആണ്. നഴ്സിംഗ് ഒരിക്കലും ഈസി അല്ല. പഠിക്കുന്ന കാലത്താണെങ്കിലും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ആർക്കും ഇതൊന്നും ഈസി ആയിട്ട് തോന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് എങ്ങനെയൊക്കെ സർവൈവ് ചെയ്ത് അങ്ങ് എത്തും. നമ്മൾ ഈ ഗോ വിത്ത് ദ ഫ്ലോ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് നഴ്സിങ്ങിൻ്റെ കാര്യം. കോളേജും അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. കാരണം കോളേജും കൂടെ നമ്മളെ ഇട്ട് വലിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചത്തുപോകും. നഴ്സിംഗ് ചൂസ് ചെയ്യുന്നവർ 1 അല്ല 2 അല്ല 3 4 5 വട്ടം ഒന്ന് ഇരുന്ന് ആലോചിച്ചിട്ടൊക്കെ അതിന് പോവുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, നഴ്സിംഗ് അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും നിർത്തി വരാനൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നിർത്തിയില്ല. നിർത്തി വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കയറ്റില്ലായിരുന്നു. വീട്ടിൽ കയറ്റില്ല എന്നല്ല, നിർത്തുകയാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ അവിടെ നിൽക്കും. അത്രയും പറ്റാത്തവരൊക്കെ നിർത്തിപ്പോളൂ നഴ്സിംഗ്. ഞാൻ നിങ്ങളൊരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യല്ല. നിങ്ങൾ നഴ്സിംഗ് എടുത്ത സ്ഥിതിക്ക് നിങ്ങൾ പഠിക്കണം. ഓക്കെ, കോളേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവറോൾ എനിക്കൊരു ഓക്കെ ആയിരുന്നു.
പക്ഷെ അവിടെ പഠിച്ച വേറുള്ളവർക്കൊക്കെ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. നമ്മളങ്ങ് ഞാൻ പറഞ്ഞല്ലോ, ഗോ വിത്ത് ദ ഫ്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ഇനി നഴ്സിംഗ് ആണ്, നമ്മൾ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്, അത്രയൊക്കെ തന്നെയുള്ളൂ. എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ ഗൈസ്.